നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ ബെസ്റ്റ് പുരസ്കാരം കഴിഞ്ഞു. ഇനി ഇതാ ദുബായ് ഗ്ലോബ് സോക്കർ അവാർഡിൻ്റെ സമയമാണ്. ദുബായ് ഡിയോർ എന്നൊക്കെ പലരും വിശേഷിപ്പിക്കുന്ന ഗ്ലോബ് സോക്കർ അവാർഡിൻ്റെ സമയമാണ് എത്തിയിരിക്കുന്നത്. 2 ദിവസമേ ഉള്ളൂ അവാർഡ് പ്രഖ്യാപനത്തിന്. ആ സമയവും സ്ഥലവും ഒക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ദുബായ് ഗ്ലോബ് സോക്കർ അവാർഡ് ഈ വരുന്ന വെള്ളിയാഴ്ച, അതായത് ജനുവരി 19 നടക്കുകയാണ്. ഇന്ത്യൻ സമയം നമ്മൾ പറയുമ്പോൾ രാത്രി 8:30 ഈ ഒരു പ്രോഗ്രാം ആരംഭിക്കുന്നത്. അവരുടെ ഗ്ലോബ് സോക്കറിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും, അതായത് യൂട്യൂബ് അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇത് ലൈവായിട്ട് കാണാൻ കഴിയും. പരിപാടി നടക്കുന്നത് ദുബായിൽ പാമിലെ അറ്റ്ലാന്റിസിൽ വെച്ചിട്ടാണ്. എന്തായാലും അതിൻ്റെ ഫൈനലിസ്റ്റുകൾ ആരൊക്കെയാണ് എന്നുള്ളത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. നമ്മളൊന്ന് പരിശോധിക്കാം. ബെസ്റ്റ് മെൻസ് പ്ലെയർ അവാർഡിന് അതിൻ്റെ ഫൈനലിസ്റ്റുകളായിട്ടുള്ളത് ജൂഡ് ബെല്ലിംഗാം, കരീം ബെൻസീമ, കെവിൻ ഡി ബ്രൂയനെ, ഏർലിംഗ് ഹാലൻഡ്, കിലിയൻ എംബാപ്പെ, വിക്ടർ ഓസിംഹൻ, മുഹമ്മദ് സലാ, ബെർണാഡോ സിൽവ, വിനീഷ്യസ് ജൂനിയർ, പിന്നെ ആ 2 പേരുമുണ്ട്. അതെ, ലിയോ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും. സോ മെസ്സിയും റൊണാൾഡോയും നേർക്ക് നേർ വരുന്ന ഒരു ഫൈനലിസ്റ്റ് ലിസ്റ്റാണ് ഉള്ളത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ആർക്ക് ലഭിക്കും എന്നുള്ളത് ആരാധകർ വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുകയാണ്. പിന്നെ ഫാൻസ് ഫേവറേറ്റ് പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിനായിട്ടുള്ള ഫൈനലിസ്റ്റുകൾ ജൂഡ് ബെല്ലിംഗാം ഉണ്ട്, മുഹമ്മദ് സലായുണ്ട്, പിന്നെ ആ 3 പേർ, അതെ, ലിയോ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, നെയ്മർ ജൂനിയർ. അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഗ്ലോബ് സോക്കർ അവാർഡ് ഇതാ നമ്മുടെ തൊട്ടുമുന്നിലേക്ക് എത്തുന്നു. വരുന്ന വെള്ളിയാഴ്ചയാണ് പ്രോഗ്രാം. അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.